പ്രിയമുള്ളവരെ, കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ദിവസമായ ഇന്ന് കൊച്ചിൻ സാഹിത്യ അക്കാദമി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് ഇപ്പോൾ കവിതയിൽ ഒരു വലിയ കവിയരങ്ങ് സംഘടിപ്പിച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് കൊച്ചിൻ സാഹിത്യ അക്കാദമി. അതിൻ്റെ അവാർഡ് വിതരണമാണ്. ശരിക്കും ഈ ഒരു ലിറ്ററസി ഫെസ്റ്റ് നടന്നതുകൊണ്ട് ഞാനാണത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തത്. എനിക്കിവിടെ വന്നപ്പോൾ എനിക്കൊരു അച്ഛനെയും കിട്ടി, 2 കൊച്ചച്ഛന്മാരെയും കിട്ടി. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇതുപോലെ തന്നെയാണല്ലേ. നിങ്ങൾക്ക് സാറിൻ്റെ ഒരു 4 വരി കവിത കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുക. എന്നെ ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും, എന്നോട് പറഞ്ഞു ചൊല്ലുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നല്ലൊരു രസികനും കൂടിയാണ് അദ്ദേഹം കേട്ടോ. ഈ കാണുന്ന സിനിമയിൽ കാണുന്ന ആ ഒരു വില്ലത്തരങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ചില സമയത്ത് എന്നോട് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, സ്നേഹമില്ലാത്ത മകളെ. അപ്പം ഞാൻ ചോദിക്കും, എന്താ നിന്റെ ബാഗിൽ കഴിക്കാൻ വല്ലതുകൊണ്ടോ? അപ്പം എൻ്റെ ബാഗിനകത്ത് ഈ ടിക് ടാക്ക്, പോളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെയാണ് അദ്ദേഹം ഇടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട്. നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 4 വരി കവിത നമുക്ക് കേൾക്കാം. ഞാൻ ഇപ്പോൾ കവിത ചൊല്ലാനുള്ളൊരു മൂഡിലല്ല. കാര്യം ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇത്രയും സാധന പേർക്ക് ഒരു മോളെ എനിക്ക് ഇവിടുന്ന് കിട്ടി. ഏത് സമയത്താണോ എനിക്ക് പറ്റുന്നത്. സത്യം പറഞ്ഞാൽ 3 ദിവസമായിട്ട് എൻ്റെ ഒരു മകളെപ്പോലെ എന്നെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ രാവിലെ ഭക്ഷണം മേടിച്ച് എനിക്ക് വയറ് വിശക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വീട്ടിന് രാവിലെ പോയി അമ്പലങ്ങളിലെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയതല്ല. എൻ്റെ മകളുണ്ട് കേട്ടോ, മകളും ഭാര്യയൊക്കെ എനിക്കുണ്ട്. പക്ഷേ അവരൊക്കെ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. മകളൊക്കെ ആസ്ട്രേലിയയിലാണ്. അവരിനി ഒരു തിരിച്ചു വരവൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഒരു മകളെ കിട്ടി, അത് ഇവിടെ കഴിഞ്ഞ് കളഞ്ഞിട്ട് പോകും മിക്കവാറും. ഈ കുട്ടി ഒരു കവിത എഴുതി ഞാൻ കണ്ടപ്പോഴാണ് ചോദിച്ചത്, നിങ്ങളുടെ ദുഃഖങ്ങൾ മാത്രമല്ല അന്യൻ്റെ ദുഃഖങ്ങളോട് കലകളാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ മാത്രം ഇതിനുള്ള അതിനകത്ത് വലിയ ആവിഷ്കാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അന്യൻ്റെ ദുഃഖം, മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങൾ കാണുമ്പോഴാണ് അതിൻ്റെ കാവ്യാത്മകത വരുന്നത്. നിങ്ങളൊരു അച്ഛനാകും, നിങ്ങളുടെ അമ്മയുടെ ദുഃഖം മാത്രമേ നിങ്ങൾ കാണുള്ളൂ. നിങ്ങളൊരു 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയുടെ ദുഃഖം നിങ്ങൾ എഴുതുന്നതാണ്. പക്ഷേ അച്ഛനവൻ ഈ 10 മാസം മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. ബാക്കി മക്കൾ നോക്കുന്ന അച്ഛനാണ്. ആ അച്ഛനെ ഞാൻ കാണുന്നില്ല. എൻ്റെ സൈഡിൽ കൊടുക്കാനുള്ള അച്ഛന്മാരെ കാണുന്നത്. എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഈ ആഗ്രഹമാണ്. 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ടെങ്കിലും ഒരു നാമജപം എനിക്കേകണം. നിത്യശാന്തിക്കൊരുപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങി നിലമുറയ്ക്കണം. 6 അടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം.